സ്നേഹ മെർലിൻ എന്ന് പറയുന്ന യുവതി വലിയ കുറ്റവാളിയാണ് എന്ന്, വലിയ ലൈംഗിക വൈകൃതം തന്നെ ഉള്ള ആളാണെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ കേസ്. കാരണം കഴിഞ്ഞ മാസമാണ് മാർച്ച് പകുതിയോട് കൂടിയാണ് ഈ യുവതിയെ പോലീസ് ഈ 12 വയസ്സുള്ള പെൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോക്സോ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത് പിന്നീട് റിമാൻഡിൽ ആക്കിയത്. ആ യുവതി ഇപ്പോഴും റിമാൻഡിൽ കഴിഞ്ഞു വരുന്നതിനിടയ്ക്കാണ് ഈ സ്നേഹ മെർലിൻ എന്ന് പറയുന്ന യുവതി വലിയ കുറ്റവാളിയാണ് എന്ന്, വലിയ ലൈംഗിക വൈകൃതം തന്നെ ഉള്ള ആളാണെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ കേസ്. ഈ 12 കാരണം കഴിഞ്ഞ മാസമാണ് മാർച്ച് പകുതിയോട് കൂടിയാണ് ഈ യുവതിയെ പോലീസ് ഈ 12 വയസ്സുള്ള പെൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോക്സോ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത് പിന്നീട് റിമാൻഡിൽ ആക്കിയത്. യുവതി ഇപ്പോഴും റിമാൻഡിൽ കഴിഞ്ഞു വരുന്നതിനിടയ്ക്കാണ് ഈ പുതിയ കേസ് കൂടി വരുന്നത്. നേരത്തെ ഫെബ്രുവരിയിലാണ് ഈ 12 വയസ്സുള്ള പെൺകുട്ടിയെ ഈ സ്നേഹ മെർലിൻ പീഡിപ്പിച്ചത്. അതേ കാലയളവിൽ ഈ 12 വയസ്സുള്ള പെൺകുട്ടിയുടെ സഹോദരൻ 15 വയസ്സുള്ള ആൺകുട്ടിയെയും സമാനമായ രൂപത്തിൽ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ച വിവരം. ആദ്യഘട്ടത്തിൽ ഈ കുടുംബം പോലീസിന് മുമ്പിൽ മറച്ചുവെച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കുട്ടിയുടെ പരീക്ഷകൾ കഴിഞ്ഞതിന് പിന്നാലെ ഈ കുടുംബം പോലീസിന് മുൻപിലെത്തുകയും ഈ വിവരം പോലീസിനെ ധരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കുടുംബം അത് പറയാത്തത് കൊണ്ട് പോലീസ് അതിൽ കേസെടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കുടുംബം അത് പരാതിയായി തന്നെ പോലീസിന് മുമ്പിൽ എത്തിച്ചതോടുകൂടി കേസെടുക്കുകയായിരുന്നു. ഏതായാലും പോക്സോ കേസാണ് വീണ്ടും സ്നേഹ മെർലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. തളിപ്പറമ്പ് പോലീസിന്റേതാണ് ഈ നടപടി. ഇത് 2 വർഷം മുൻപ് മറ്റൊരു പോക്സോ കേസും ഈ സ്നേഹ മെർലിനെതിരെ ഉണ്ട്. അത്തരത്തിൽ നിരവധി തവണയായി സമാനമായ കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിയാണ് സ്നേഹ മെർലിൻ എന്നുകൂടിയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം. ഏതായാലും സ്നേഹ മെർലിനെ ഇനിയിപ്പോൾ സാങ്കേതികമായി അറസ്റ്റ് ചെയ്യുക എന്നുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് ഇതിനകത്ത് പോലീസിനെ ചെയ്യാനുള്ളതാണ്. കാരണം നിലവിൽ മറ്റു പോക്സോ കേസിൽ അറസ്റ്റിൽ കഴിയുന്ന, അറസ്റ്റ് ചെയ്ത ശേഷം റിമാൻഡിൽ കഴിയുന്ന ആളാണ് ഈ സ്നേഹ മെർലിൻ. കഴിഞ്ഞ മാസം ഈ വിഷയം വലിയ തോതിൽ വാർത്തയാവുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. ഏതായാലും മറ്റു പല കേസുകൾ, ഈ പോക്സോ കേസ് മാത്രമല്ല, കോമത്ത് മുരളീധരൻ എന്ന CPIയുടെ തളിപ്പറമ്പിലെ ഒരു നേതാവിനെ മുൻപ് ഹെൽമറ്റ് കൊണ്ട് തലയ്ക്ക് അടിച്ച് ആക്രമിച്ച കേസിലും ഈ സ്നേഹ മെർലിൻ പ്രതിയായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ പല കേസുകൾ കണ്ണൂരിൽ സ്നേഹ മെർലിനെതിരെ ഉണ്ട് എന്നുള്ളത് കൂടി പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്.